ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതം എന്തൊക്കെയായി നിലനിന്നിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 16 അധ്യായത്തിന്റെ 18 തിരുവചനം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആയിരുന്ന സാഹചര്യത്തിൽ തൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയുടെ ഒരു മൃഗീയ ഭാവം കഴിഞ്ഞ സമയത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, പ്രിയ ശിഷ്യന്മാരെ, എൻ്റെ ഇത്രയും നാളിലെ സുവിശേഷീകരണ പ്രവർത്തന മേഖലകളിൽ, ദൈവരാജ്യ ശുശ്രൂഷ മേഖലകളിൽ ഈ ലോകത്തിലെ ജനങ്ങൾ, എന്നോടൊപ്പമായിരിക്കുന്ന ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിലെ ജനങ്ങൾ അങ്ങേ യോഹന്നാൻ സ്നാപകനെന്നും, വേലെ ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നു എന്ന് യേശുവിനെ അറിയിച്ചു. യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്നും മോശമായ വാക്കുകളല്ല. ശ്രേഷ്ഠമായ പ്രവാചക ശ്രേഷ്ഠന്മാരെ അവരുടെ പുനരുദ്ധാരണമാണ്, അല്ലെങ്കിൽ അവർ വീണ്ടും ജനിച്ചു എന്ന അർത്ഥത്തിലാണ് അവർ യേശുവിനെ കാണുന്നതെന്ന് ഈ വാക്കുകളിലൂടെ കാണുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നുണ്ട്. എന്നാൽ ഈ സമൂഹത്തിന്റെ വാക്കുകൾ യേശു തൃപ്തനായില്ല. യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഈ സമൂഹം എന്നെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന്. യേശു ആഗ്രഹിച്ച ഒരു മറുപടി ലഭ്യമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു പത്രോസിനോട് പറയുന്നു, ബെർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മളുടെ ആഗ്രഹിക്കുന്നത്. യേശുവിനെ നമ്മൾ ആർ എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തു ശിഷ്യഗണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ യേശുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായി നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ യേശു വീണ്ടും പത്രോസിനോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു പത്രോസിനോട് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇത്രയും നാളിലെ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ എൻ്റെ യേശുവിനെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഈ യേശുവിനെ നിങ്ങൾ ആരെന്ന് പറയുന്നു ഈ സമൂഹം ചോദിച്ചാൽ, കർത്താവ് ഈ പകൽ സമയം നമ്മോട് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കും ധൈര്യമായി അപ്പോസ്തലനായ പത്രോസിനെ പോലെ പറയുവാനായിട്ട് കഴിയണം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. അങ്ങനെയെങ്കിൽ ഈ പകൽ സമയം യേശു കർത്താവ് നമ്മെ നോക്കി പറയും, നീ ഭാഗ്യവാനാകുന്നു. നിന്റെ വിശ്വാസത്തെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഈ ലോകത്തിലെ ഏത് പ്രതികൂല സന്ധികളിലും നിൽക്കുവാനായിട്ട് സാധിക്കും. ആ നല്ല വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.